കേരളത്തെ അക്ഷര വെളിച്ചത്തിലേക്ക് നയിച്ച ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ പി.എൻ. പണിക്കരുടെ സ്മരണ പുതുക്കുന്ന ദിനമാണ് ജൂൺ 19 വായനാ ദിനം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന അദ്ദേഹത്തിന്റെ സന്ദേശം ഇന്നും ഓരോ മലയാളിയുടെയും മനസ്സിൽ വിജ്ഞാനത്തിന്റെ വഴിവിളക്കായി തിളങ്ങി നിൽക്കുന്നു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഓരോ മലയാളിയുടെയും മനസ്സിൽ എന്നും മുഴങ്ങിക്കേൾക്കുന്ന ഈ മുദ്രാവാക്യം അറിവിന്റെ ഒരു വലിയ ലോകത്തേക്കാണ് നമ്മെ നയിച്ചത്. കേരളത്തെ സാക്ഷരതയുടെ നെറുകയിലെത്തിക്കാൻ അടിത്തറയിട്ട കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ പി.എൻ. പണിക്കരുടെ സ്മരണ പുതുക്കി നാം ഇന്ന് വായനാ ദിനം ആചരിക്കുന്നു. അധ്യാപകനായി ജീവിതം തുടങ്ങിയ അദ്ദേഹം തന്റെ 17-ാം വയസ്സിൽ സുഹൃത്തുക്കൾക്കൊപ്പം വീടുകൾ കയറിറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ച് സനാതനധർമ്മം വായനശാലയ്ക്ക് തുടക്കം കുറിച്ചു. പിന്നീട് കേരളമാകെ പടർന്നു പന്തലിച്ച ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ അടിത്തറയായിരുന്നു ഈ ഗ്രന്ഥശാല. കേരളത്തിൽ ഗ്രന്ഥശാലകളില്ലാത്ത ഒരു ഗ്രാമം പോലും ഉണ്ടാകരുതെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം 1945 തിരുവിതാംകൂർ ഗ്രന്ഥശാല സമ്മേളനം സംഘടിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചു. ഈ സമ്മേളനം പിന്നീട് ഗ്രന്ഥശാല സംഘമായി മാറി. നിരക്ഷരതയ്ക്കെതിരെ പോരാടാൻ 1977 അദ്ദേഹം കാൻഫെഡ് എന്ന അനൗപചാരിക വിദ്യാഭ്യാസ സമിതിക്ക് രൂപം നൽകി. 1970 കാസർഗോഡ് മുതൽ പാറശാല വരെ അദ്ദേഹം നയിച്ച സാംസ്കാരിക കാൽനട ജാഥ കേരള ചരിത്രത്തിൽ സുവർണ അധ്യായങ്ങളിൽ ഒന്നാണ്. ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രമായ ഗ്രന്ഥലോകം മാസികയുടെ പത്രാധിപനായും ഒരുപാട് കാലം അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. ലക്ഷക്കണക്കിന് മനുഷ്യരെ അക്ഷര വെളിച്ചത്തിലേക്ക് നയിച്ച ആ കർമ്മയോഗി 1995 ജൂൺ 19 ഈ ലോകത്തോട് വിട പറഞ്ഞത്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി 2004 ഇന്ത്യൻ തപാൽ പ്രത്യേക സ്റ്റാമ്പ് പുറത്തിറക്കി. 1996 മുതൽ കേരളം ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു തുടങ്ങി. 2017 മുതൽ കേന്ദ്ര സർക്കാർ ഈ ദിനം ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു. വിരൽ തുമ്പിൽ ലോക വിവരങ്ങൾ വിരിയുന്ന ഈ കാലത്തും പി.എൻ. പണിക്കരുടെ വാക്കുകൾ പ്രസക്തമായി തുടരുന്നു. അറിവുള്ള, വിവേകമുള്ള ഒരു നാളേക്കായി നമുക്ക് വായനയെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. ശ്രീലേഖ KS, കൈരളി ന്യൂസ്.